അമൃത എക്സ്പ്രസിൽ കയറി കണ്ണടച്ച് കണ്ണ് തുറന്നപ്പോഴേക്കും ദേ എത്തി ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. വെൽക്കം ടു ട്രിവാൻഡ്രം വ്ളോഗ്. രാവിലെ തന്നെ ചട്ടി കമിഴ്ത്തിയ പോലത്തെ ഹെൽമെറ്റും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വന്നിരിക്കുകയാണ് മിസ്റ്റർ അരുൺ ശിവരാമൻ. ഈ ട്രിവാൻഡ്രം യാത്രയ്ക്ക് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, കൊറോണയ്ക്ക് ശേഷം ട്രിവാൻഡ്രത്ത് ലിറ്ററലി ഞാൻ വന്നിട്ടേയില്ല. ഇടയ്ക്കൊക്കെ വർക്കല, കന്യാകുമാരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രോപ്പർ ട്രിവാൻഡ്രത്തേക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാരണം ചോദിച്ചാൽ അത് അടുത്ത പാർട്ടിൽ പറയാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബ്രൈമോർ എസ്റ്റേറ്റിലോട്ടാണ്. ഇത്ര നേരം എൻ്റെ ഡ്രൈവറായിരുന്ന മിസ്റ്റർ അരുൺ ശിവരാമനെ ഞാൻ കാണിച്ചു തരാം. ആ താഴെ നിൽക്കുന്ന പട്ടികളെല്ലാം ഇവനാണ് അരുൺ ശിവരാമൻ. ചുറ്റും മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിലധികം വെയിലുണ്ടെങ്കിലും അത് നമുക്ക് സഹിക്കബിൾ ആയിരുന്നു. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കുകയാണെങ്കിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉള്ള കുഞ്ഞു കുഞ്ഞു കോട്ടേജസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ബ്രൈമോർ എസ്റ്റേറ്റിനകത്ത് അതിമനോഹരമായ ഒരു വാട്ടർഫോൾ ഉണ്ട്, മാഡം വാട്ടർഫോൾ. അങ്ങോട്ടാണ് നമ്മൾ വെച്ച് പിടിക്കുന്നത്. ശ്രീലക്ഷ്മി നീരാടുകയാണ്. ഇതാണ് എന്റെ മാഡം വാട്ടർഫോൾസ്. ആറാട്ടണ്ണൻ ആറാടുകയും ശ്രീലക്ഷ്മി നീരാടുകയാണ്. അതെ, മാഡം വാട്ടർഫോൾസ് കണ്ടോ? ഇത് മാഡം അല്ല, ഇതല്ല മാഡം വാട്ടർഫോൾസ്. ഹെയ്റ്റ് ക്യാമ്പയിൻ ആണ്, ഹെയ്റ്റ് ക്യാമ്പയിൻ. അതൊന്നും അല്ല കേട്ടോ വാട്ടർഫോൾ തപ്പിയുള്ള യാത്ര എത്ര ദുർഘടമാണെങ്കിലും ഞങ്ങൾ പോയേ അടങ്ങുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അരുൺ ശിവരാമനെ ഞാൻ ശിവരാമൻ എന്നാണ് വിളിക്കാറുള്ളത്. ശിവരാമനും ഞാനും സ്കൂളിലും കോളേജിലും ഒന്നും ഒരുമിച്ച് പഠിച്ചിട്ടില്ല. എൻ്റെ കസിൻ ബ്രദറായ ശ്രീരാമേട്ടൻ്റെ സ്കൂൾ സീനിയറാണ് ഇവൻ. ഞങ്ങൾ തമ്മിൽ വളരെ പെട്ടെന്നാണ് കണക്റ്റഡ് ആയത്. അതിൻ്റെ റീസൺ ഈ കാട് കയറിയ സ്വഭാവം തന്നെ ആയിരിക്കണം. ടെക്നോളജിയോ ഇതിലേക്ക് വെച്ചിട്ടാണ് നാവിഗേഷൻ. 18ാം പടിയെ ശരണം പൊന്നയ്യപ്പ എന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മി മല കയറിയാണ്. ഞാനും ശിവരാമനും തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടെയുള്ള കോൺവെർസേഷൻസ് ഇന്ന് വരെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്തേലൊക്കെ പറ കൊരങ്ങ. എന്താ പറയണ്ട്? നല്ല വടി. ബുജി, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഈ ഒരു മൂഡിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങളുടെ കോൺവെർസേഷൻസ്. ശ്രീലക്ഷ്മി എല്ലാരെയും വഴിതെറ്റിക്കുന്ന ആളായതുകൊണ്ട് എനിക്കും വഴിതെറ്റിയത്. സുഹൃത്തെ കാണുന്നുണ്ടോ? ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. എടി, ഇവിടുന്ന് താഴെയാണ് സാധനം കിടക്കുന്നത്. ഇവിടുന്ന് താഴെയാണ് വാട്ടർഫോള്. ഇനി താഴേക്ക് എങ്ങനെ പോകും ആണ് ഞാൻ ആലോചിക്കും. ഇതിലേ പോകാൻ പറ്റില്ല, ഡേഞ്ചറസാണ്. പ്രോപ്പർ ഒരു റൂട്ടില്ല. അയാളോട് ആദ്യം ചോദിക്കണമായിരുന്നു വാട്ടർഫോളിലേക്കൊക്കെ മനുഷ്യന്മാർ ഇറങ്ങുന്നുണ്ടോന്ന്. അതായിട്ട് വഴിയൊന്നും മാറിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇത്രയും കയറേണ്ട കാര്യമില്ല. അതെ, ശരിയായൊരു വഴി കൂടെ പോയാൽ വാട്ടർഫോൾ. ഇതിൻ്റെ താഴെ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെ, ഒരു ഗൈസ് ഇതിന് നടന്നിട്ട് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഓരോ വള്ളി. ഭയങ്കര മഴയായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് 3 റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാ ജട്ടി നനയണ്ടാന്ന് പറഞ്ഞിട്ട് പാൻറ് വേറെ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ കോടയും വന്നില്ല, മഴയും പെയ്തില്ല. നല്ല രീതിയിൽ അട്ടകടി കൊണ്ടു എന്നത് മാത്രം മിച്ചം. മാഡം വാട്ടർഫോൾസ് ഒക്കെ കണ്ടല്ലോ അല്ലേ? ഇല്ലടി, തളരില്ല. മാഡം വാട്ടർഫാൾസ് കണ്ട് മാഡത്തിൻ്റെ കൂടെ കുളിച്ചിട്ട് കാലിലെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന അട്ടകളെ ഒന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പോ മഞ്ഞളോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് എസ്റ്റേറ്റ് നോക്കി നടത്തുന്ന ഈ ചേട്ടൻ്റെ അടുത്ത് വന്നത്. അരമണിക്കൂറോളം പുള്ളിയുടെ കഥകളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എവിടെയാണ് വഴി തെറ്റിയെന്നത് പുള്ളി ഒരു താത്വികമായ അവലോകനമൊക്കെ ചെയ്തു തന്നു. ഒരു റൂട്ട് മാപ്പും വരച്ചു. 3/4 മണിക്കൂറിന് ശേഷമാണ് പുള്ളി കുറച്ച് ഉപ്പ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ ഞങ്ങൾ ശരിയായ വഴിയിലൂടെ മാഡൻ വാട്ടർഫോൾസ് കാണാനായിട്ട് പോയി. വാട്ടർഫോളിൽ പോകുമ്പോൾ എന്തായാലും ഡ്രസ്സ് മാറണമല്ലോ. അപ്പൊ ഡ്രസ്സ് മാറേണ്ട സ്പോട്ടാണ് ഇവൻ ഈ കാണിച്ചിരുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇത് ഉടുത്തിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ട്രാൻസിഷൻ വീഡിയോ അല്ലേ? യെസ്, അങ്ങനെ ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഗൈസ്. വിജയത്തിന്റെ സേനാനി ബൂസ്റ്റ്. നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ ഞാൻ അഡാപ്റ്റബിൾ ആണ്. ഞാനിതൊക്കെ ശീലിച്ചിട്ടുണ്ട്. എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ ഒരു ചെറിയ മറ കിട്ടിയാൽ മതി. ഈ കാടിൻ്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമല്ലേ? ചീവീടുകളുടെയും വെള്ളം ഒഴുകുന്നതിൻ്റെയും ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. അധികം ആരുമില്ല, വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ.
പഴി മുഴുവൻ തെറ്റിച്ച് ഈ സമയം കൊണ്ട് 4 കുളി കുടിക്കേണ്ട സമയം, 2 കുഴിമന്തി വെട്ടിയടിക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് അവൻ ഇനി ഇരുന്ന് തലയിൽ കെട്ടാൻ നിൽക്കുക. പിന്നെ ആരാ ബിരിയാണി? പാറയുടെ പുറകിൽ നിന്ന് ഡ്രസ്സ് മാറേണ്ടിയിരുന്നില്ല എന്ന് ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ തോന്നി. ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് ഇതുപോലൊരു പാറയുടെ സൈഡിൽ നിന്ന് തുണി മാറിയിരിക്കണം ഞാൻ. ഇത് ഡ്രസ്സിംഗ് റൂമാണ് ആക്ച്വലി. ഇവിടുന്ന് ഡ്രസ്സ് മാറായിരുന്നു എന്ന് പിന്നീട് തോന്നി. സാരില്ല. നട്ടുച്ച സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിലും അടിപൊളിയായിട്ടുള്ള നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അങ്ങനെ ഇറങ്ങി നമ്മൾ വാട്ടർഫോളിൽ കുളി ആരംഭിച്ചു. വാട്ടർഫോൾസിന് പരിചയപ്പെട്ട കുറച്ച് ടീംസാണ്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയതെങ്കിലും കുറേ അധികം ടൈം നമ്മൾ വാട്ടർഫോൾസിൽ സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളി കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. ബ്രൈമൂർ എസ്റ്റേറ്റിലെ കുരങ്ങന്മാരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ബ്രൈമൂർ എസ്റ്റേറ്റിൽ നിന്ന് ഞങ്ങളങ്ങനെ വിടവാങ്ങുകയാണ്. ട്രിവാൻഡ്രത്തെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നില്ല. പാർട്ട് 2 വീഡിയോ ലോഡിംഗ് ആണ്. അടുത്തൊരു വീഡിയോ വരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.